സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ RSS പുകഴ്ത്തലിൽ രാഷ്ട്രീയമുണ്ടോ? സ്വാതന്ത്ര്യത്തിനായി പോരാടിയ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും പ്രാധാന്യം കുറച്ചോ? കേന്ദ്ര സർക്കാരിന്റെ ഇന്നത്തെ നിലപാടിനെതിരെ കടുത്ത വിമർശനമാണ് പ്രതിപക്ഷം ഉയർത്തിയത്. പ്രധാനമന്ത്രിയുടേത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു. സ്വാതന്ത്ര്യദിനം വർഗീയ സംഘടനയെ പ്രശംസിക്കാൻ ദുരുപയോഗം ചെയ്തെന്ന് CPIM കുറ്റപ്പെടുത്തി. ഇതാദ്യമായാണ് പ്രധാനമന്ത്രിമാരുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ RSS പരാമർശ വിഷയമാകുന്നത്. എന്താണ് RSSനെ പുകഴ്ത്തിയാൽ കുഴപ്പം? ആദ്യം RDX റാപ്പിലേക്ക്. RSSന്റെ 100 വർഷത്തെ രാഷ്ട്രസേവനം സമാനതകളില്ലാത്തതാണ്. ഒരു മികച്ച രാഷ്ട്രം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു RSSന്റെ ഒരു നൂറ്റാണ്ട് നീണ്ട യാത്ര. സ്വയം സേവകർ മാതൃരാജ്യത്തിന്റെ ക്ഷേമത്തിന് അവരുടെ ജീവൻ സമർപ്പിച്ചു. അച്ചടക്കവും സേവന കേന്ദ്രീകൃതവുമായ ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘമെന്നും മോദി വാചാലനായി. राष्ट्रीय स्वयंसेवक संघ की इस 100 साल की भव्य समर्पित यात्रा को और हमें प्रेरणा देता रहेगा. ഓഗസ്റ്റ് 26-ന് RSS 100ാം വാർഷികം ആഘോഷിക്കാനിരിക്കെയാണ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ സ്വന്തം മാതൃസംഘടനയെ ഇത്രയേറെ പുകഴ്ത്തിയത്. മോദിയുടെ RSS അനുകൂല പരാമർശം ദേശീയ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടേത് നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. സ്വാതന്ത്ര്യദിനം മതവർഗീയ സംഘടനയെ പ്രശംസിക്കാൻ നരേന്ദ്രമോദി ദുരുപയോഗം ചെയ്തുവെന്ന് CPIM കുറ്റപ്പെടുത്തി. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി പെട്രോളിയം മന്ത്രാലയം പുറത്തിറക്കിയ പോസ്റ്ററിൽ ഗാന്ധിജിയുടെ ചിത്രത്തിനും മീതെ സവർക്കറുടെ ചിത്രം ചേർത്തതും വിവാദമായി. പോസ്റ്ററിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇടം പിടിച്ചതേയില്ല. RDX റാപ്പ് ന്യൂസ് മലയാളം. മറ്റു വിവരങ്ങൾ നമുക്ക് ഡാറ്റാ ഷീറ്റിൽ പരിശോധിക്കാം. സമാനതകളില്ലാത്ത RSS എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. RSS ലോകത്തെ ഏറ്റവും വലിയ സർക്കാർ ഇതര സംഘടനയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എവിടെ പറഞ്ഞു. RSSന്റെ 100 വർഷത്തെ സേവനം സമാനതകളില്ലാത്തതാണ് എന്ന് അദ്ദേഹം സ്തുതിച്ചു. RSSന്റെ ചരിത്രത്തിൽ താൻ അഭിമാനിക്കുന്നുവെന്നും പ്രധാനമന്ത്രി സംശയത്തിനിടയില്ലാത്ത വിധം അവിടെ പറഞ്ഞു. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യ പ്രസംഗത്തിൽ RSS ഇങ്ങനെ പരാമർശിക്കപ്പെടുന്നത് ഇതാദ്യമായിട്ടാണ് എന്ന് നമ്മൾ കാണുന്നു. RSS നേതൃത്വവും മോദി അമിത്ഷാ ദ്വയവുമായി സ്വരച്ചേർച്ചയില്ല എന്ന ആക്ഷേപമുണ്ട്. അതൊരു കാരണമായിട്ടുണ്ടാകുമോ പറഞ്ഞതിനെന്ന് സംശയിക്കുന്നു. മോദിയുടെ RSS പുകഴ്ത്തൽ മോഹൻ ഭഗവതിനെ പ്രീണിപ്പിക്കാനാണെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെയും അപമാനകരമാണ് ആ പ്രസംഗം എന്ന് ഭരണഘടനാ ലംഘനമാണെന്ന് കോൺഗ്രസ് പറഞ്ഞു. നഗ്നമായ ഭരണഘടനാ ലംഘനമാണെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. CPM പ്രധാനമന്ത്രിയുടെ പ്രസംഗം രക്തസാക്ഷികളെ അപമാനിക്കുന്നതാണെന്നും പറഞ്ഞു. RSS ഇതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സന്നദ്ധ പ്രവർത്തകരുള്ള സംഘടനയാണെന്നാണ് RSSന്റെ അവകാശവാദം. വലിയ സംഘടനയാണത്. ലോകത്തെ തന്നെ തീവ്ര ഹിന്ദുത്വ ദേശീയതയിലൂന്നിയ പ്രത്യയശാസ്ത്രവും പരിപാടികളുമാണ് RSSന്റേത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റേത്. കൊളോണിയൽ ഭരണകാലത്ത് ബ്രിട്ടീഷുകാരുമായി സഹകരിച്ചു എന്ന ആക്ഷേപം രാഷ്ട്രീയ എതിരാളികൾ RSSനെതിരായിട്ട് മുന്നോട്ട് വെക്കാറുണ്ട്. RSSന്റെ 100ാം വാർഷികാഘോഷം ഓഗസ്റ്റ് 26-ാം തീയതി ഈ വർഷം ഡൽഹിയിൽ നടക്കും. ഈ മാസം തന്നെ ഡൽഹിയിൽ നടക്കും. സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് യാതൊരു പങ്കാളിത്തവുമില്ല എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ RSSനെതിരായിട്ട് പറയുക. ബ്രിട്ടനെതിരെ പോരാടുന്നതിനെ നിരുത്സാഹപ്പെടുത്തിയത് മാധവ് സദാശിവ ഗോൾവാൾക്കർ ആണ് എന്നത് ചരിത്രത്തിലുണ്ട്. ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് അവരുടെ ഊർജ്ജം പാഴാക്കരുത് എന്ന് വളരെ സുവ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമാണ് ശത്രുക്കൾ എന്നും ഗോൾവാൾക്കർ എഴുതി തന്നെയും വെച്ചിട്ടുണ്ട് എന്നതാണ് നമ്മൾ അറിയുന്ന ഒരു കാര്യം. നിരോധിച്ചത് 4 തവണയാണ്. രൂപീകരണ ശേഷം RSS രാജ്യത്ത് 4 തവണ നിരോധിക്കപ്പെട്ടു എന്ന് നമ്മൾക്കറിയാം. ആദ്യ നിരോധനം 1947-ലാണ്. 4 ദിവസത്തിന് ശേഷം പക്ഷേ നിരോധനം പിൻവലിച്ചു. സ്വാതന്ത്ര്യാനന്തരമാണത്. ഗാന്ധിവധത്തിൽ പങ്ക് എന്ന ആരോപണത്തെ തുടർന്ന് 1948-ൽ വീണ്ടും RSSനെ നിരോധിച്ചു. 18 മാസത്തിന് ശേഷം നിരോധനം പിൻവലിച്ചത് ജവഹർലാൽ നെഹ്റു സർക്കാരാണ് എന്ന് നമുക്കറിയാം. മൂന്നാമത്തെ നിരോധനം 1975-ലെ അടിയന്തരാവസ്ഥ കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. ഇന്ദിരാഗാന്ധിയാണ് അക്കാലത്ത് നിരോധിച്ചത്. 92-ൽ ബാബറി മസ്ജിദ് ധ്വംസനത്തിന് പിന്നാലെ വീണ്ടും നിരോധിക്കപ്പെട്ടു RSS എന്ന് നമുക്കറിയാം. RSS BJP പിന്തുടരുന്നത് RSSന്റെ നയങ്ങളും ആശയങ്ങളുമാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും അറിവില്ലാതെയില്ല. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിൽ RSSന് വലിയ സ്വാധീനമില്ല എന്ന വിമർശം അവർക്കിടയിലുണ്ട്. ആ പക്ഷത്തിൽ നിൽക്കുന്ന ആളുകൾക്കിടയിൽ. RSS പിന്തുണയില്ലാതെയും ജയിക്കാമെന്ന് JP നദ്ദ പറഞ്ഞതിൽ സമീപകാലത്താണത്. നാഗ്പൂരിന് വലിയ അതിർത്തിയുണ്ട്. RSSന് നരേന്ദ്രമോദിയേക്കാൾ താല്പര്യം നിതിൻ ഗഡ്കരിയോടാണ് എന്ന വർത്തമാനങ്ങൾ രാഷ്ട്രീയ ഉപശാലകളിലുണ്ട്. ഗാന്ധിജിക്ക് മുകളിൽ സവർക്കറെ വെച്ചു. വിവാദ പോസ്റ്റർ പുറത്തിറക്കി പെട്രോളിയം മന്ത്രാലയം. അതും വിവാദമായിട്ടുണ്ട്. രാഷ്ട്രീയ എതിരാളികളുടെ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. മഹാത്മാഗാന്ധിക്ക് മുകളിൽ സവർക്കറുടെ ചിത്രവുമായി സ്വാതന്ത്ര്യ ദിനാശംസ നൽകുകയാണ് വകുപ്പ് ചെയ്തത്. പോസ്റ്ററിലുള്ളത് ഗാന്ധിജി, ഭഗത് സിംഗ്, സുഭാഷ് ചന്ദ്രബോസ്, സവർക്കർ എന്നിവരാണ്. സവർക്കറാണ് ഏറ്റവും മുകളിൽ. പോസ്റ്ററിൽ ജവഹർലാൽ നെഹ്റുവിനെ ഉൾപ്പെടുത്താത്തതിലും വിമർശനം ഉണ്ട്. ഇന്നിപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ തുടക്കത്തിലെടുത്ത 79ാം വർഷത്തിലെ സ്വാതന്ത്ര്യത്തിൻ്റെ ആ നിറവ് എന്ന സംഗതിയേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായിട്ട് ഇതാണ്. എങ്ങനെ കാണണം അതിനെ? അത് ആ മട്ടിൽ ചർച്ച ചെയ്യപ്പെടണം എന്ന് തീരുമാനിച്ച് പ്രധാനമന്ത്രി അവിടെ പ്രസംഗിച്ചതാണ്. അതങ്ങനെ തന്നെ ചർച്ചയാവണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയുടെ വകുപ്പായ
പെട്രോളിയം മന്ത്രാലയം ഇങ്ങനെ ഒരു പോസ്റ്റർ പുറത്തിറക്കിയതുമാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇതിങ്ങനെ ചർച്ച ചെയ്യപ്പെടണം. ആ ചർച്ചയിലൂടെ അത് പലതരത്തിലാണ്. ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെയല്ല അതിനെ ദേശീയ മാധ്യമങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്ന ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങളൊന്നും എടുക്കുക. അങ്ങനെയല്ല അതിനെ രാഷ്ട്രീയ നേതാക്കൾ ഇപ്പോൾ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ പറഞ്ഞു വരുമ്പോൾ കാര്യങ്ങൾ മാറുക. അപ്പോൾ അതൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. RSSന് അത് ഇതുവരെ അങ്ങനെ ഒരു ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കേണ്ട ഒരു ഗൗരവം അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യം RSSന് രാഷ്ട്ര നിർമ്മാണത്തിൽ ഏതെങ്കിലും പ്രധാനമന്ത്രിമാർ, വാജ്പേയി പോലും കൽപ്പിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യമുണ്ട് സനീഷ്, ഇവരുടെ ഇപ്പോൾ RSS ഏറ്റവും കൂടുതൽ ഇപ്പോൾ RSSൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ കണ്ടില്ലേ, ഭഗത് സിംഗിനെ RSSന് അവരുടെ പോസ്റ്ററിലോ അവരുടെ പരിപാടികളിലോ ഉൾപ്പെടുത്തുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം ഭഗത് സിംഗും RSSും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? HSRAയുടെ ആ പ്രസ്ഥാനത്തിൻ്റെ ഭഗത് സിംഗിൻ്റെ ആശയവുമായി എവിടെയെങ്കിലും ചേർന്ന് നിൽക്കുന്നതാണോ RSS? പക്ഷേ അത് ഉൾപ്പെടുത്തും. അത് അങ്ങനെ ചിലതിനെ ഒപ്പം നിർത്താനായിട്ടുള്ള ഒരു തന്ത്രപരമായ സമീപനം RSSും അല്ലെങ്കിൽ സംഘപരിവാർ തന്നെയും കൈക്കൊള്ളും. ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പുറത്ത് ഇദ്ദേഹമുണ്ട്, സുഭാഷ് ചന്ദ്രബോസുമുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് അടക്കം എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണെന്ന് നമ്മൾ പരിശോധിച്ച് പോകണം. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ RSSൻ്റെ കാര്യമായതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞു തുടങ്ങിയാൽ വല്ലാതെ പരന്നു പോകും. കാരണം കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ചില കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് മാത്രം ഞാൻ അവസാനിപ്പിക്കാം. അതായത് മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം ആഭ്യന്തര മന്ത്രാലയം അന്ന്, അതായത് സർദാർ വല്ലഭഭായ് പട്ടേൽ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നു എന്നുള്ളത് ഓർക്കണം, അന്ന് പുറപ്പെടുവിച്ച ആ കുറിപ്പിൻ്റെ ഏതാനും വരികൾ ഞാൻ വായിക്കാം. 1948 ഫെബ്രുവരി 2 നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ അപകടപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ സൽകീർത്തിയിൽ കരുതി വയ്ക്കുകയും ചെയ്യുന്ന നമ്മുടെ രാജ്യത്തിനുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വെറുപ്പിൻ്റെയും ഹിംസയുടെയും വേരുകൾ പറിച്ചു കളയാനുള്ള ദൃഢനിശ്ചയദാർഢ്യത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ നയത്തിൻ്റെ തുടർച്ചയായി ഇന്ത്യൻ ഗവൺമെൻറ് ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ RSSനെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം ഈ പറയുന്ന സർദാർ വല്ലഭഭായ് പട്ടേൽ നിരോധിക്കുകയാണ്. പിന്നീട് എങ്ങനെയാണ് RSS പുറത്തു വരുന്നത്, വീണ്ടും ചിത്രത്തിലേക്ക് വരുന്നത്? സനീഷിന് അറിയാമല്ലോ, RSSൻ്റെ നിരോധനത്തെ തുടർന്ന് അവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി രൂപീകരിച്ച സംഘടനയാണ് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത്. അങ്ങനെ അവർ സമാന്തരമായി പ്രവർത്തിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ ഇങ്ങനെയേ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ, RSSനെ കൊണ്ടുവരാൻ പറ്റുന്നില്ല. അവസാനം എന്താണ്, ഈ രാജ്യത്തെ രാജ്യമായി അംഗീകരിക്കാനും ഇതിൻ്റെ ദേശീയഗാനത്തെ ദേശീയഗാനമായി അംഗീകരിക്കാനും ദിനത്തെ സ്വാതന്ത്ര്യദിനമായി അംഗീകരിക്കാനും ഒക്കെ തയ്യാറാണ് എന്നും ഇതിനൊരു ഭരണഘടന ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് ഭരണഘടന എഴുതി തയ്യാറാക്കിയതിന് ശേഷമാണ് പട്ടേൽ ഇതിന് അംഗീകാരം കൊടുക്കുന്നത് വീണ്ടും തിരിച്ചു വരാനായിട്ട്. ഇതൊരു ചരിത്രം. ഇനി ജവഹർലാൽ നെഹ്റു ഏതായാലും സ്വാതന്ത്ര്യ സമര സേനാനി അല്ലായിരുന്നു എന്ന് ഇവരേതായാലും പറയില്ലല്ലോ, ഇവർക്ക് പോലും പറയാൻ പറ്റില്ല. രാജ്യത്തിൻ്റെ ഈ 79 വർഷം തികച്ച രാജ്യത്തിൻ്റെ ഏറ്റവും കരുത്തനായ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അങ്ങനെ കിടന്ന തുന്നിക്കൂട്ടിയെടുത്ത ഒരു സാധനത്തെയാണ് ഇവിടെ 79 കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നതെങ്കിൽ ചെറിയ പെയിനല്ല ജവഹർലാൽ നെഹ്റു എടുത്തിട്ടുള്ളത്. ജവഹർലാൽ നെഹ്റു പറയുകയാണ്, RSS ഒരു സ്വകാര്യ സൈന്യം പോലെയാണ്, അത് വർഗീയവും ഫാസിസ്റ്റ് സ്വഭാവമുള്ളതുമാണ്. അതായത് എന്താണ് ഈ RSS എന്നുള്ളത് അത് ഇപ്പോൾ പറഞ്ഞതാണ്. 48 മഹാത്മാഗാന്ധിയുടെ വധത്തിന് തൊട്ടു പിന്നാലെ അദ്ദേഹം പറഞ്ഞതാണ്. അതുപോലെ സർദാർ വല്ലഭഭായ് പട്ടേൽ പറഞ്ഞത് RSSൻ്റെ പ്രവർത്തനങ്ങൾ ദേശവിരുദ്ധവും വിഭാഗീയത പ്രോത്സാഹിപ്പിക്കുന്നതുമാണ്, അവർ ഹിന്ദുക്കളെ മറ്റു മതവിഭാഗങ്ങളിൽ നിന്ന് വേർതിരിക്കാൻ ശ്രമിക്കുന്നു എന്ന് 48 സർദാർ വല്ലഭഭായ് പട്ടേൽ ഫെബ്രുവരി 4 പറഞ്ഞതാണ്. ഇനി സുഭാഷ് ചന്ദ്രബോസ്, ഇപ്പോൾ ഇവിടെ പടം ഇരിപ്പുണ്ടല്ലോ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ പോസ്റ്ററിൽ, അദ്ദേഹം പറഞ്ഞത് RSSൻ്റെ സങ്കുചിത ഹിന്ദുത്വ ആശയങ്ങൾ ഇന്ത്യയുടെ ബഹുസ്വര സംസ്കാരത്തിനെതിരാണ് എന്ന്. 1930കളുടെ അവസാനത്തിലും 40കളുടെ തുടക്കത്തിലുമൊക്കെ ഇതേ ആശയം പല ആവർത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ദേശീയ നേതാക്കൾ അന്ന് സ്വീകരിച്ച നിലപാടിതാണ്. അതിനെയൊക്കെ അതിജീവിച്ചാണ് ഈ രാഷ്ട്രം 79 എത്തിയത്. മനസ്സിലായില്ലേ? അതിനോടെല്ലാം പോരാടിക്കൊണ്ടാണ് രാഷ്ട്രം 79 എത്തിയത്. ഈ വർഗീയതയോടും ഈ നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി എനിക്ക് പറഞ്ഞു പോകണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെത്തി, സ്വാതന്ത്ര്യം കൊണ്ട് പലതും ആർജിച്ചു എന്ന് പറയുമ്പോഴും സ്വാമി വിവേകാനന്ദൻ പണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ രാജ്യം ഭരിച്ച എല്ലാവരുടെയും ഭരണകാലത്ത് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മതങ്ങളിൽപ്പെട്ടവരാണോ അവർ എന്ന വ്യത്യാസമില്ലാതെ ഈ സമൂഹത്തിലെ ദരിദ്രരും അടിച്ചമർത്തപ്പെട്ടവരുമായ ജനങ്ങൾ നിരന്തരം അടിച്ചമർത്തപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ ഇന്ന് ഈ രാജ്യത്ത് ബ്രിട്ടീഷ് ഭരണത്തിന് നന്ദി, വൈവിധ്യമാർന്ന മനുഷ്യവംശങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ഏകീകൃത രാഷ്ട്രം എന്നുള്ളത് വികസിച്ച് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ആര്?
വിവേകാനന്ദൻ പോലും. അത് തന്നെയാണ്, അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്ത പോലെ ഇപ്പോൾ RSS രാഷ്ട്ര നിർമ്മാണത്തിൽ വലിയ പങ്ക് വഹിച്ചു എന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. ഏത് രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിലാണ് ഇവർ പങ്കുവഹിച്ചത് എന്ന ചോദ്യമാണ് സ്വാഭാവികമായിട്ട് വരിക. നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തില്ല എന്താണ് നമ്മുടെ രാഷ്ട്രം. അത് നാനാത്വത്തിൽ ഏകത്വം എന്ന് വെച്ചാൽ അനവധിയായുള്ള ഭാഷകൾ, അനവധിയായുള്ള മതജാതി വിശ്വാസങ്ങൾ, അവരെല്ലാം തുല്യരായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യത്തെയാണ് ഈ പറയുന്ന 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മൾ ഇതുവരെ 79 കൊല്ലക്കാലം കണ്ടത്. ആ രാഷ്ട്രം എങ്ങനെ ഉണ്ടാക്കപ്പെട്ടതാണ്? ഈ മനുഷ്യർ ചേർന്ന് ഉണ്ടാക്കിയതാണ്. പലതരത്തിൽ പലപാട് ഭൂമിശാസ്ത്രപരമായിട്ടും മറ്റു വ്യത്യാസമുള്ള ഒരു രാജ്യമാണ് ഇങ്ങനെ ഈ 79 വർഷക്കാലത്തേക്ക് വന്നത്. ആ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിൽ എന്ത് പങ്കുവഹിച്ചു എന്നാണ് RSS പറയുന്നത്. അവർക്ക് അവകാശവാദം ഉണ്ടാവുകയില്ല. കാരണം എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന ഒരു രാഷ്ട്രമല്ല RSSൻ്റെ രാഷ്ട്രം. RSS വിചാരിക്കുന്നതാണ് ഹിന്ദു മതത്തോട് ചേർന്നിരിക്കുന്ന ഈ ദേശീയതയാണ്. ഹിന്ദു മതത്തിലുള്ള ആളുകൾക്ക് മാത്രം സുപ്രീമസി കിട്ടുന്ന ഒരു രാജ്യമാണ് വേണ്ടത്. ഒരു മതരാഷ്ട്രമാണ് യഥാർത്ഥത്തിൽ RSS ആഗ്രഹിക്കുന്നത്. അവർ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രം ഇതല്ല. നമ്മൾ ഈ സംസാരിക്കുന്ന ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് സംസാരിക്കുന്ന ഈ രാഷ്ട്രമല്ല RSS ആഗ്രഹിക്കുന്നത്. RSSനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയോ മറ്റോ നരേന്ദ്രമോദി ഇന്നവിടെ പറഞ്ഞു എന്നല്ലാതെ ഈ രാഷ്ട്ര നിർമ്മാണം ആഗ്രഹിക്കുന്നതല്ല RSS. RSSകാരോട് ചോദിച്ചു നോക്കൂ, ശരിയായുള്ള RSSകാരോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രാജ്യമാണോ ഈ കാണുന്നതെന്ന്. അല്ല. അവർ പ്രധാനമന്ത്രിയോട് പറയും, അല്ല, ഞങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിച്ച രാജ്യം ഇതല്ല. നിങ്ങൾ ഈ നിർമ്മിച്ചിരിക്കുന്ന രാജ്യം എന്താണ്? ജവഹർലാൽ നെഹ്റുവും ഗാന്ധി നിർമ്മിച്ചിരിക്കുന്ന രാജ്യം എന്താണ്? അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ബുദ്ധരും ജൈനരും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ്. എല്ലാവർക്കും ഒരേ പദവിയുള്ള ഒരു രാജ്യമാണ്. അതല്ല ഞങ്ങളുടെ രാജ്യം. ഞങ്ങളുടെ രാജ്യം ഇവിടുത്തെ ഇസ്ലാമിനേക്കാൾ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അവകാശം ഹിന്ദുക്കൾക്കുള്ള രാഷ്ട്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിൽ ഞങ്ങൾക്ക് പങ്കാളിത്തമില്ല, ഞങ്ങൾക്കത് വേണ്ട എന്നാണ് RSS പറയുക. അതുകൊണ്ട് ആ രാഷ്ട്ര നിർമ്മാണത്തിൽ കള്ളം അല്ലെങ്കിൽ ശരിയല്ലാത്ത കാര്യം അവിടെ പറഞ്ഞില്ലേ എന്ന് അവർ ചോദിക്കും. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 240 സീറ്റാണ് BJPക്ക് ഇപ്പോൾ ഉള്ളത്. BJPക്ക് 2014 282 സീറ്റ് കിട്ടിയിരുന്നു. 2019 303 സീറ്റ് കിട്ടിയിരുന്നു. 63 സീറ്റിൻ്റെ കുറവ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇപ്പോൾ BJPക്കുണ്ട്. എന്ന് വെച്ചാൽ BJP ഇപ്പോൾ ഒരു മുന്നണി സർക്കാരായിട്ടാണ് ഭരിക്കുന്നത്. 31.34% 2014, 37.36% 2019, 36.56% വോട്ട് 2024. എന്ന് വെച്ചാൽ ഏറ്റവും കൂടിയാൽ 37.36% വോട്ടാണ് 2019 BJPക്ക്. എന്ന് വെച്ചാൽ 70% ആളുകൾ BJPക്ക് അപ്പുറത്താണ്. BJPക്ക് തന്നെയും വോട്ട് ചെയ്ത് RSSനോടുള്ള പ്രേമം കൊണ്ടല്ല. RSSന് ഇതിൻ്റെ ശതമാനമൊക്കെ എടുത്ത 5-10% ആളുകളുടെ വോട്ട് മാത്രമേ RSSന് എന്ന നിലക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ RSS വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സംഘടന മാത്രമാണ് എന്ന് നമ്മൾ കാണണം. RSS ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന ഒരു രാഷ്ട്രമല്ല, ഒരു സംഘടനയല്ല എന്ന് നമ്മൾ ആ നിലക്ക് കൂടെ കാണണം. അപ്പോൾ RSSന് ആ നിലക്ക് കൂടെ രാഷ്ട്ര നിർമ്മാണത്തിൽ പങ്കാളിത്തമില്ല. ഇപ്പോൾ നമ്മൾ ക്ഷീണിച്ചതായിട്ട് രാഷ്ട്രീയ എതിരാളികൾ പറയുന്ന കോൺഗ്രസ്സിന് പോലും RSSനേക്കാൾ എത്രയോ വലിയ ശക്തിയുണ്ട് എന്ന് നമ്മൾ കാണണം. അവരങ്ങനെ മത്സരിച്ചിട്ടാണ് ഈ വോട്ട് ശതമാനം ഉണ്ടാക്കുന്നത്. 41% വോട്ടുണ്ട് ഈ RSSൻ്റെയും BJPയുടെയും മുന്നണി സർക്കാരിന് പുറത്തുള്ള ഈ പ്രതിപക്ഷത്തിന്, ഇന്ത്യ ഓപ്പോസിഷന് മൊത്തത്തിലെടുത്താൽ 41% വോട്ട് ഇത്തവണയുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഹർഷ, ഇവിടെ ഈ പെട്രോളിയം വകുപ്പിൻ്റെ പടത്തിൽ ഈ പറയുന്ന ഇവരെല്ലാവരും കൂടെ വന്നല്ലോ. ഏറ്റവും മുകളിൽ ഇരിക്കുന്ന സവർക്കറുടെ ആ ഫോട്ടോ നോക്കി അദ്ദേഹം ഒരല്പം ഒരു ചമ്മിയ ചിരിയോടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം അവിടെ ഇരിക്കാനാകുന്നതല്ല എന്ന് അദ്ദേഹത്തിന് തന്നെയും അറിയാം. എന്താണ് അപ്പുറത്ത് ഭഗത് സിംഗ് അദ്ദേഹം സവർക്കർ 70 വയസ്സായിട്ടാണ്. അതിനുശേഷം നല്ല വാർദ്ധക്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പോയത്. എന്ന് വെച്ചാൽ അദ്ദേഹം അന്തരിച്ചത്. ഭഗത് സിംഗ് 23-ാമത്തെ വയസ്സിൽ മരിച്ചു. 23-ാമത്തെ വയസ്സിൽ എങ്ങനെയാണ് മരിച്ചത്? 23-ാമത്തെ വയസ്സിൽ ബ്രിട്ടീഷുകാരോട് പോരാടിയിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞു, നിങ്ങൾ മാപ്പ് പറഞ്ഞാൽ മതി, പ്രശ്നം പരിഹരിക്കാം. ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് ഇറക്കൊണ്ട് 23-ാമത്തെ വയസ്സിൽ ചെറിയ പ്രായത്തിൽ മരിക്കണ്ട, നീ മാപ്പ് പറഞ്ഞാൽ മതി. ഒരു മാപ്പ് എഴുതി അങ്ങോട്ട് കൊടുത്താൽ ബ്രിട്ടീഷുകാർ അപ്പം തന്നെ ഇയാൾ ജയിലിൽ നിന്ന് കത്തെഴുതി, അച്ഛാ നിങ്ങൾ എൻ്റെ അച്ഛനൊക്കെയാണ്, പക്ഷേ എനിക്ക് തോന്നുന്നതല്ലാത്തൊരു തീരുമാനം നിങ്ങൾ എടുക്കരുത്. ഞാൻ ഇങ്ങനെ മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇങ്ങനെ മരിച്ചാൽ ഈ ഹിന്ദുസ്ഥാനത്തിലെ സ്ത്രീകളായിട്ടുള്ള ആളുകളെല്ലാം, അമ്മമാരെല്ലാം അവരുടെ മക്കളെ ഭഗത് സിംഗ് എന്ന പോലെ ധീരനായിട്ട് വളർത്തും. അതുകൊണ്ട് ഞാൻ മരിക്കാൻ തയ്യാറല്ല, ഞാൻ ജീവിക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ ഇവർക്ക് മുമ്പിൽ വഴങ്ങാൻ മാപ്പ് പറയാൻ തയ്യാറല്ല. ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ് എന്ന് ഭഗത് സിംഗ് പറഞ്ഞു. മറ്റേ ആളോ, സവർക്കറോ 6 തവണ മാപ്പ് പറഞ്ഞു കൊടുത്തു. 6 പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭഗത് സിംഗ് കാണിച്ചത് എന്തൊരു മണ്ടത്തരമായിരുന്നു. 6 തവണ മാപ്പ് പറഞ്ഞു എന്ന് RSS തന്നെയും BJP നേതാക്കൾ തന്നെയും കേരളത്തിൽ നിന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. സംഗതി സത്യമാണ്, പറഞ്ഞിട്ടുണ്ട്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കനുസരിച്ചും ഞാൻ വർക്ക് ചെയ്ത് കൊള്ളാം, അങ്ങയുടെ ഒരു വിനീത ദാസനായിട്ട് ഞാൻ എൻ്റെ ഭാവി ജീവിതം എന്നെഴുതി ആ പെൻഷനും മേടിച്ച് എന്നെഴുതി കൊടുത്ത ആളാണ്. അപ്പോൾ ഈ ഭഗത് സിംഗിൻ്റെ താഴെ വെച്ചിട്ട് മുകളിലിരിക്കുമ്പോൾ സവർക്കറിൻ്റെ മുഖത്ത് തന്നെയും ഒരു ചമ്മലുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് ഒട്ടും രോഷപ്പെടേണ്ട കാര്യമില്ല എന്നാണ് ഗാന്ധി അനുകൂലികൾക്ക്,
ഞാൻ നൽകുന്ന നിർദ്ദേശം അല്ലെങ്കിൽ ഞാൻ നൽകുന്ന എൻ്റെ ഒരു സജഷൻ അതാണ്. അതായത് ഒട്ടും രോഷപ്പെടരുത്. ഇതിനകത്ത് വളരെ തമാശയോടുകൂടിയേ കാണാവൂ. നമ്മളാരും ആ കാലത്ത് നിന്ന് ഇപ്പോൾ ജീവിച്ചിരുന്ന ആളുകളെല്ലാം വന്നാലും ഈ പോസ്റ്റർ കണ്ടാൽ പൊട്ടിച്ചിരിച്ചിട്ട് അവർ മിണ്ടാതെ തിരിഞ്ഞു പോയാൽ. അതുകൊണ്ട് ഇതൊക്കെ തമാശയായിട്ട് മാത്രം എടുക്കണം. RSS അത്ര വലിയ ഒരു സംവിധാനമല്ല പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്കാക്കുന്നുണ്ടാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കോൺഗ്രസ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും അങ്ങോട്ട് പോയില്ല. എനിക്കത് വളരെ സന്തോഷകരമായിട്ട് തോന്നി. കഴിഞ്ഞ സ്വാതന്ത്ര്യദിന പരിപാടിയിൽ നരേന്ദ്രമോദി അവിടെ എന്ത് ചെയ്തു? നരേന്ദ്രമോദി ഇദ്ദേഹത്തിന് മുൻനിര സീറ്റ് കൊടുത്തില്ല രാഹുൽ ഗാന്ധി. അതുകൊണ്ട് അവർ ഇത്തവണ പോയില്ല. ഇത്തവണ പോകാത്തതുകൊണ്ട് നന്നായി. കാരണം അവിടെ RSSനെ അനുകൂലിച്ചുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യുമായിരുന്നു രാഹുൽ ഗാന്ധിയും ഖാർഗെയും. അതുകൊണ്ട് അവരുടെ ആ തീരുമാനവും നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ രാജ്യത്ത് വിദ്വേഷത്തിൻ്റെയും അക്രമത്തിൻ്റെയും ശക്തികളെ വേരോടെ പിഴുതെറിയാനും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതിരിക്കാനുമാണ് RSSനെ നിരോധിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവോ ഇന്ദിരാഗാന്ധിയോ EMS നമ്പൂതിരിപ്പാടോ അല്ല. BJP അടക്കമുള്ള സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അടുത്ത കാലത്ത് ഏറ്റെടുത്ത സർദാർ വല്ലഭായ് പട്ടേലാണ്. എന്താണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ RSSൻ്റെ റോൾ? BJP നേതാക്കൾ ബാബിട്ട് പറയുന്നതിനപ്പുറം എന്തു പങ്കാണ് രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ RSSനുള്ളത്? മോദിയുടെ ഇപ്പോഴത്തെ നീക്കം 75 വയസ്സ് കടമ്പയിൽ തട്ടാതെ കസേര സംരക്ഷിക്കാനാണോ? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഒന്നിനും വ്യക്തമായ ഉത്തരം കിട്ടില്ല എന്ന് RDXന് ബോധ്യമുണ്ട്. എങ്കിലും പറയുകയാണ്, ബ്രിട്ടീഷ് രാജിനോട് വർണ്ണവർഗ വ്യത്യാസമില്ലാതെ പൊരുതി നേടിയതാണ് സ്വാതന്ത്ര്യം. അങ്ങനെ ഇരിക്കെ സ്വാതന്ത്ര്യ ദിനാഘോഷ വേളയിൽ RSSനെ പരാമർശിക്കുന്ന രാഷ്ട്രീയം വ്യക്തമാണ്.